നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്വാതി പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിന് അച്ഛനുണ്ട്. അത് ഞാൻ തന്നെയാ. പറഞ്ഞ് എന്തും കയറി പറയാമെന്നുള്ള വിചാരമൊന്നും വല്യപ്പച്ചിക്ക് വേണ്ട. പിന്നെന്തിനാടാ അവള് നിന്റെ മുമ്പിൽ വാതിൽ കൊട്ടി അടച്ചത്? ഇപ്പൊ നിന്നെ കാണുന്നത് പോലെ അവക്ക് ചതുർത്ഥിയാ. അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. നിങ്ങളുടെ മകളാണെന്ന് അറിഞ്ഞു വെച്ചല്ല ഞാൻ അവളെ സ്നേഹിച്ചത്. അവൾ എന്നെയും. ഞങ്ങൾക്ക് വിവാഹം കഴിക്കാനും നിങ്ങളുടെ സമ്മതപത്രത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ഇവളും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ സ്വാതിക്കുണ്ട്. അവളുടെ മനസ്സ് കലക്കി കളഞ്ഞത് ഞാനത് അവളോട് പറയാതിരുന്നോണ്ടാ. അതൊരു ഷോക്ക് തന്നെയാ. പക്ഷേ അതിന്റെ പേരിൽ ഞങ്ങൾ രണ്ടായെന്ന് വല്യപ്പച്ചി കരുതണ്ട. ഈയൊരു വിഷയം വന്നപ്പോ വല്യപ്പച്ചി അതിനെ കൂട്ടിക്കെട്ടിയത് 27 വർഷം മുമ്പ് എന്റെ അച്ഛൻ എന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടു വന്നതിനോടാ. ഒരു സാധു പെണ്ണിനെ സഹിക്കാൻ വല്യപ്പച്ചിക്ക് മാത്രം കഴിഞ്ഞില്ല. അച്ഛനോട് എന്റെ അമ്മയോടും തോന്നിയ പകയില് വല്യപ്പച്ചി വീട് വിട്ട് ഇറങ്ങിപ്പോയി. പക്ഷേ എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും എന്റെ അമ്മയെ സ്വീകരിച്ചു. ആ അച്ഛന്റെ മകനാണെന്ന് പറഞ്ഞ് വല്യപ്പച്ചി വന്ന് കലി തുള്ളിയപ്പോ ഞാൻ കേട്ടു നിന്നത് പറയാൻ മറുപടി അറിയാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് ഞാൻ തന്ന ബഹുമാനം കൊണ്ടാ. മകൾ അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് ഇനി ഒരിക്കലും നിങ്ങളുടെ നാവിന്ന് വീണു പോരുത്. ഇവളെ ഞാൻ രക്ഷിച്ചത് ഒരു മഹാ അപരാധമായി ഞാൻ ഇപ്പോഴും കാണുന്നില്ല. അതൊരു വലിയ തെറ്റായി എനിക്ക് തോന്നിയിരുന്നെങ്കിൽ ഇവളുടെ മുഖം മംഗലശ്ശേരിയിൽ കണ്ട നിമിഷം ഞാൻ ഇവളെ സ്ഥലം മാറ്റിനെ. സ്വാതിയോ മംഗലശ്ശേരിയിലുള്ളവരോ ഒരു കാലത്തും കാണാനിടയില്ലാത്ത സ്ഥലത്തേക്ക് ഞാൻ ഇവളെ കൊണ്ടെത്തിച്ചേനെ. അതിന് ഇവളും എന്റെ ഒപ്പം നിന്നനെ. ഇവളുടെ മുത്തശ്ശിക്ക് ഞാൻ കൊടുത്ത വാക്ക് അത് മാത്രമായിരുന്നു. ഇരട്ടിയിലധികം പ്രായമുള്ള ഒരു ആഭാസന്റെ കയ്യിൽ നിന്ന് ഒരു പാവം പെൺകുട്ടിയെ കതിർമണ്ഡപത്തിൽ നിന്ന് രക്ഷിക്കാൻ എന്റെ കയ്യിൽ കിട്ടിയത് ഒരു താലിച്ചരട് മാത്രമായിരുന്നു. അതൊരു ആയുധം മാത്രമായേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു ജീവൻ രക്ഷിക്കുന്നത് പുണ്യമാണെന്ന് ഞാൻ കരുതി. അതുകൊണ്ട് ആ പെൺകുട്ടി ഇന്നും ജീവിച്ചിരിക്കുന്നു. അവളുടെ ജീവിതം മറ്റുള്ളവരുടെ സന്തോഷത്തിനായി അർപ്പിച്ചിരിക്കുന്നു. എന്തിനു ഞാൻ അവളെ പേടിക്കണം? എന്തിനു ഞാൻ അവളെ കൊണ്ട് ഒളിപ്പിച്ച് താമസിപ്പിക്കണം? എന്റെ നെഞ്ചി കൈവച്ച് എനിക്ക് പറയാനാവും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്, സ്നേഹിച്ച പെണ്ണിനെ ചതിച്ചിട്ടില്ലെന്ന്. അത് മനസ്സിലാക്കാനുള്ള മനസ്സ് ഇന്നല്ലെങ്കിൽ നാളെ സ്വാതിക്കുണ്ടാവും. മോളെ, നീ എന്റെ കൂടെ ചെല്ലേ. ഈ അവസ്ഥയിൽ നീ എന്നെ കൈവിട്ട് കളയരുത്. ഞാൻ വരണോ വരാതിരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവളാ. അതിനെനിക്ക് വിശ്വാസമുള്ളൊരു ഉറപ്പ് ഇവളിൽ നിന്ന് കിട്ടട്ടെ. ആ ഉറപ്പ് എനിക്ക് കിട്ടിയാ ഞാൻ വരുന്ന കാര്യം ആലോചിക്കാം. എന്തുറപ്പാ നിനക്ക് വേണ്ടത്? അത് ഞാനും ഇവളും മാത്രം അറിഞ്ഞാ മതി. നീ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.